വർഷങ്ങളോളം അല്ലെങ്കിൽ 10-15 വർഷം തന്റെ ജീവിതം ത്യജിക്കുന്ന ഒട്ടേറെ അമ്മമാരെയും അല്ലെങ്കിൽ സ്ത്രീകളെ പുരുഷന്മാരെ ഇന്നും കാണുവാനായിട്ട് സാധിക്കും. ഭക്തിപരമായ വീഡിയോകളിടുന്ന മറ്റൊരു ചാനലുകളിലും പറയാത്ത പരമമായ സത്യം നിങ്ങളോട് തുറന്നു പറയാണ്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 87. ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ള ചിന്തകൾ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുക. ഏതു കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോൾ വിജയിക്കുന്ന ചിത്രം മനസ്സിൽ കാണുക തന്നെ ചെയ്യുക. ഹരേ കൃഷ്ണ. നമസ്കാരം. ഈ വീഡിയോ ശ്രവിക്കുന്നവരിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ നന്ദനം മൂവി കാണാത്തവരായി ആരും തന്നെയും ഉണ്ടാകില്ല, അല്ലെ? ഒരു പാവം കുട്ടിയുടെ ആത്മാർത്ഥമായ ഗുരുവായൂരപ്പ ഭക്തിയും മുഴുനീളെയുള്ള കരച്ചിലും പിന്നീട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ആ കുട്ടിക്ക് ലഭിക്കുന്ന സർവ്വ സൗഭാഗ്യവുമാണ് ആ സിനിമയുടെ ചുരുക്കത്തിലുള്ള ആശയമെന്ന് പറയുന്നത്. ഗുരുവായൂരപ്പനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഓരോ ഭക്തരും ഒരു മടുപ്പുമില്ലാതെ ഇന്നും ആ ചിത്രം കാണുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതുപോലെ മുഴുനീളെ സങ്കടത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും ആ സങ്കടങ്ങളെല്ലാം കേട്ട് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നതും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരുന്നതും ഗുരുവായൂരപ്പൻ നേരിൽ പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമാകുമോ? ഇന്നത്തെ ഈ വീഡിയോയില് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഭക്തജനങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ കമന്റിൽ എഴുതുകയും ചെയ്യുക. വെറുതെ ഓഡിയോ കേട്ടു പോകരുത്. അഭിപ്രായങ്ങൾ അത് എഴുതുക തന്നെ വേണം. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പറയുവാനുള്ളത് ചില ഭക്തി സിനിമകളിലും സീരിയലുകളിലും കാണുന്ന സ്ഥിരം കാഴ്ചയാണ്. ഒരു ഭക്തയായ നടി അല്ലെങ്കിൽ നടൻ ആള് വല്ലാത്ത കഷ്ടതകളിലൂടെയും ദുഃഖത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ, അമ്മായിമ്മ പോര്, ഭർത്താവ് എപ്പോഴും അടിക്കുക, തല്ലുക, അങ്ങനെ എല്ലാം ക്ഷമയോടെ സഹിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്ന അവസ്ഥ. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ സീരിയലിനും സിനിമയ്ക്കുമൊക്കെ ഒരു അവസാനം വേണമല്ലോ, അതുകൊണ്ട് മാത്രം അവർ പെട്ടെന്ന് അത്ഭുതം എന്ന രീതിയിൽ ചില കാഴ്ചകൾ കാണിക്കും. പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക, തന്റെ കഷ്ടതകളും വേദനകളുമെല്ലാം ഭഗവാൻ കേട്ട് ഈ പറഞ്ഞ ദുസ്വഭാവിയായ ഭർത്താവിന്റെ, അമ്മായിമ്മയുടെ അല്ലെങ്കിൽ മരുമകളുടെ എല്ലാം സ്വഭാവം പെട്ടെന്ന് മാറുന്നത്, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാ സീരിയലുകളുടെയും സിനിമകളുടെയും ടെയിൽ എൻഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് യഥാർത്ഥമായ ജീവിതത്തിലേക്ക് വരികയാണെങ്കിലോ, പല സ്ത്രീകളും ചെയ്യുന്നതാണ് ഇതെല്ലാം കണ്ടു കേട്ടതിന് ശേഷം തന്റെ സ്വന്തം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം സഹിച്ചുകൊണ്ട് നിത്യ പ്രാർത്ഥനയുമായി സങ്കടങ്ങളുമായി ജീവിതം കഴിച്ചു കൂട്ടുന്നു. വർഷങ്ങളോളം അല്ലെങ്കിൽ 10-15 വർഷം തന്റെ ജീവിതം ത്യജിക്കുന്ന ഒട്ടേറെ അമ്മമാരെയും അല്ലെങ്കിൽ സ്ത്രീകളെ പുരുഷന്മാരെ ഇന്നും കാണുവാനായിട്ട് സാധിക്കും. ഭക്തിപരമായ വീഡിയോകളിടുന്ന മറ്റൊരു ചാനലുകളിലും പറയാത്ത പരമമായ സത്യം നിങ്ങളോട് തുറന്നു പറയാണ്. നിങ്ങൾക്ക് പലതും ക്ഷമിക്കാം, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതലൊന്നും ആരോടും താഴ്ന്നു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് താൻ വിവാഹം കഴിച്ച് കയറി ചെല്ലുന്ന വീട്ടിൽ എന്നും പ്രശ്നങ്ങളാണോ? നിങ്ങൾക്ക് അവിടെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നില്ല എങ്കിൽ ഈ സിനിമയും സീരിയലൊക്കെ കണ്ടിട്ട് ഒരിക്കലും അവിടെ വർഷങ്ങളോളം ഒരു ജയിലിൽ എന്ന പോലെ കിടക്കേണ്ട കാര്യമില്ല. ദൈവഭക്തയായിട്ടുള്ളവർ സങ്കടത്തോടു കൂടി ഭഗവാനെ നിത്യേന ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറാണ് പതിവ്. എന്റെ കണ്ണാ, ഈ ദുരിതത്തിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ, ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ സങ്കടത്തോടെയുള്ള നിത്യേന പ്രാർത്ഥനയും പിന്നീട് ഏതെങ്കിലും ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ തിരുമേനിമാരോ പറയുന്നത് കേട്ടുള്ള വഴിപാടുകളും പൂജകളുമായിരിക്കും പിന്നീടുള്ള വർഷങ്ങളിൽ ഇവർ ചെയ്യുക. വിവാഹം കഴിച്ചു വരുന്ന സ്ത്രീകളെ പറ്റി പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. പണ്ട് കാലത്തൊക്കെയും ഇത് സ്ഥിര സംഭവമായിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ, അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പുരുഷന്മാരുടെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വർഷങ്ങളോളം സങ്കടത്തോടെയും ദുഃഖത്തോടെയും കൂടി ഒരിടത്തിലും നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല എന്നാണ്. സങ്കടത്തോടെയും നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞുള്ള പ്രാർത്ഥനയും ഒക്കെ ശരി തന്നെ, പക്ഷേ അവിടെ നിന്ന് പുറത്തു കടക്കുവാനുള്ള മാർഗം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. പരിഹാരങ്ങൾ തേടുക.
അല്ലാതെ സിനിമയിലും സീരിയലുകളിലും കാണുന്നത് പോലെ എത്ര വർഷം അവിടെ ക്ഷമിച്ചും സഹിച്ചും നിങ്ങൾ ജീവിക്കാനാണ്? ഈ പറഞ്ഞ സിനിമകൾ തീരുമ്പോൾ നല്ലൊരു എൻഡിങ് അല്ലെങ്കിൽ അവസാനം അവർ വെക്കും. പക്ഷെ ഇത് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവിതം അങ്ങനെയാണോ? കൂടുതലായും ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ അവസാനം മരിക്കുമ്പോഴാവും നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം തീരുക. ആയതിനാൽ പല കാര്യങ്ങളിലും ഒരു പരിധി വരെ ക്ഷമിക്കുക, സഹിക്കുക. എന്നിട്ടും രക്ഷയില്ല എങ്കിൽ സ്വന്തമായൊരു വഴി കണ്ടെത്തി പലയിടത്തു നിന്നും ഓടി രക്ഷപ്പെടുക. ഇനി രണ്ടാമതായി തുറന്നു പറയുവാനുള്ളത് സങ്കടവും കരച്ചിലും ദുഃഖങ്ങളും നിറഞ്ഞ പ്രാർത്ഥനയെക്കുറിച്ചാണ്. എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഇതും നിങ്ങൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. അതീവ സങ്കടങ്ങളും ദുഃഖവും വരുമ്പോൾ ഭഗവാനെ വിളിച്ച് ഒന്ന് പൊട്ടിക്കരയുക. ഒരു സുഹൃത്തിനെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. പക്ഷേ അതൊരു ശീലമാക്കി നിങ്ങൾ മാറ്റരുത്. അത്തരത്തിൽ ശീലമാക്കി എല്ലാ ദിവസവും ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ ഭക്തജനങ്ങളെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തിനെ ചൊല്ലിയാണോ ദുഃഖിച്ചുകൊണ്ട് അത് മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അത് ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ 100% ഉറപ്പോടുകൂടി ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും അത് മാറുവാനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുവാനോ പോകുന്നില്ല. ഇതൊരു പ്രപഞ്ച സത്യമാണ്, നിയമമാണ്. നിങ്ങൾ എന്ത് ഈ ഭൂമിയിലേക്ക് നൽകുന്നുവോ അതേ തിരിച്ചു ലഭിക്കുകയുള്ളൂ. സന്തോഷത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ സന്തോഷം 10 മടങ്ങായി തിരിച്ചു വരും. ദുഃഖത്തോടു കൂടിയാണ് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അത് 10 മടങ്ങായി തിരികെ വരിക തന്നെ ചെയ്യും. ഈ പറഞ്ഞ സിനിമയിലും സീരിയലുകളിലും നായികമാർ അല്ലെങ്കിൽ നായകന്മാർ ദുഃഖത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം അവസാനം ഭഗവാൻ അവർക്ക് വരങ്ങൾ നൽകി തന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ഇറങ്ങി തിരിച്ചാൽ, സങ്കടപ്പെട്ടുകൊണ്ട് നിത്യേന പ്രാർത്ഥിച്ചാൽ, തുറന്നു പറയാണ്, ജീവിതാവസാനം വരെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആയതിനാൽ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തുക. തന്റെ പ്രാർത്ഥനാ രീതികളിൽ കഴിവതും ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു പൊരുൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിലും മാറ്റങ്ങൾ വരുത്തുക. അവസാനമായി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് പറയുവാനുള്ളൊരു കാര്യം, ഈ വീഡിയോ പരിപൂർണമായും ചെയ്തിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായ ആശയത്തിൽ നിന്നും ഞാൻ വിശകലനം നടത്തിയതിലും നിരീക്ഷിച്ചതിലും പഠിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പലരും പറയുവാൻ മടി കാണിക്കുന്ന ഒട്ടേറെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ആശയത്തെയും നിങ്ങൾ കാണുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിലേക്ക് ചെല്ലുക. അതിൽ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ശരിയായ രീതി എന്ന് പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 40ഓളം 50ഓളം വീഡിയോകൾ പ്രാർത്ഥനയെയും സൈക്കോളജിയെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് നിങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും സമയം പോലെ ആ വീഡിയോകൾ കാണുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ വേറെയൊന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ പറയുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് തീർച്ചയായും മറക്കാതെ താഴെ കമന്റിൽ എഴുതി അറിയിക്കാട്ടോ. അതിനൊരു മടിയും കാണിക്കരുത്. ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് പ്രത്യേകാൽ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ അതും താഴെ എഴുതി അറിയിക്കുക. ഇനി സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല വെച്ചാൽ മുകളിൽ കാണുന്ന നമ്മുടെ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിൽ സ്റ്റാഫ് ഉണ്ടാവും. കൂടാതെ ഞങ്ങളെയും ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രേഷ്മ എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ്. ആന്റി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയമല്ലായിരുന്നു തിരഞ്ഞെടുത്തത് വീഡിയോ സ്പോൺസർ ചെയ്യുവാൻ. പക്ഷേ ഈ ഒരു ആശയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ ഇത് ചെയ്തോളൂ, മറ്റത് ചെയ്യേണ്ട എന്നാണ് ആന്റി പറഞ്ഞത്. ആ വലിയ മനസ്സിന് നന്ദി. എന്താഗ്രഹം പ്രതിയാണോ ആന്റിയും ആന്റിയുടെ കുടുംബവും ഈ വീഡിയോ സ്പോൺസർ ചെയ്തത്, ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്നും ഭഗവാൻ എന്നും ഇവരുടെ കൂടെ ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ ഏറെയൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും ഭഗവാന്റെ വർണ്ണനകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം. ബാക്കെല്ലാം നന്ദി, നമസ്കാരം.